നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലോ അങ്ങനെ ഒരു സ്ഥലത്തോ അല്ല. അതുപോലെ കഷ്ടമുള്ളൊരു ഏരിയയിലാണ്. എൻ്റെ പിറകെ കാണുന്നത് ഒരു റോഡാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലം, ചാത്തന്നൂർ നിയോജക മണ്ഡലം, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത്, കിഴക്കനേല 7-ാം വാർഡ്. അതിൽ വട്ടയത്ത് നിന്ന് ചാന്നാമ്പൊയ്കയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. വിശദമായിട്ട് ഓരോ ഏരിയയിലും കാണിച്ചു തരാം. 15 വർഷമായി അതിനു മുന്നേ ചെയ്ത റോഡാണ്. ഇതിൻ്റെ മെയിൻ്റനൻസും ഇല്ല, റോഡുമില്ല. ഒരൊറ്റ വാഹനവും ഇതുവഴി പോവില്ല. സ്കൂൾ വാഹനങ്ങളെല്ലാം താഴെ വന്ന് കുട്ടികളെ കയറ്റിക്കൊണ്ടുപോയി. ഒരൊറ്റ ഓട്ടോ ഡ്രൈവറും മുകളിലോട്ട് കയറില്ല. ഏകദേശം 15-20 പേര് ഇവിടെ മറിഞ്ഞു വീണ ആക്സിഡൻ്റ് ഉണ്ടായി. സ്കൂളിൽ പോണ കുട്ടികൾ, സൈക്കിളിൽ പോയ കുട്ടികളെല്ലാം തല പൊട്ടി. അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റ്. ഇനി മുട്ടാൻ വാതിലുകളൊന്നുമില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആളുകളെല്ലാം വെറും സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാർ. രാവിലെ ഇറങ്ങി പോകുന്നു, വൈകുന്നേരത്ത് വരുന്നു. ഇവർക്കൊന്നും ഈ MLAയുടെ ഓഫീസും അറിയില്ല, MP യുടെ ഓഫീസും അറിയില്ല. ഇവരാകെ MLA MP ഒക്കെ കാണുന്നത് ഈ ഇലക്ഷനിലോ അങ്ങനെയുള്ള ഫംഗ്ഷനിലോ സ്റ്റേജിൽ വെച്ച് മാത്രമാണ്. ഇത് ഒരു മനുഷ്യൻ്റെ നമ്പർ 1 കേരളത്തിലെ ഒരു സാധാരണക്കാരൻ്റെ ഗതികേടാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച്, ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറോട് പറയുമ്പോൾ പറയും അത് വേറെ ഏതോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി MLA ചെയ്യുമെന്ന് പറയും. MLAയോട് ചോദിക്കുമ്പോൾ പറയും 40 ലക്ഷം രൂപ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇവിടെ ഫ്ലെക്സൊക്കെ വെച്ചതാണ്. ഇനി MP ചോദിക്കുമ്പോഴത്തേക്ക് MP പറയുന്നത് അത് MLA ഫണ്ട് ഞാൻ അനുവദിച്ചതാണ്, പക്ഷേ അത് MLA ഫണ്ട് ക്ലിയർ ആയതുകൊണ്ട് അതുകൊണ്ട് നടക്കുമെന്ന്. ഞങ്ങൾ ഈ ഗതികെട്ട ആളുകൾ ഇനി എവിടെയാണ് പോകേണ്ടതെന്ന് യാതൊരു പിടുത്തവുമില്ല. പക്ഷേ ഇത് നാണക്കേടാണ്. ഒരൊറ്റ ചലഞ്ച് മാത്രം. ഈ നമ്മുടെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ ബഹുമാന്യ MLA ശ്രീ ജയലാൽ, അദ്ദേഹത്തിൻ്റെയോ കൊല്ലത്തിന് നമ്മുടെ MP ശ്രീ NK പ്രേമചന്ദ്രൻ്റെയോ സ്വകാര്യ വാഹനം ഒരു തവണ ഈ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യാമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്ത് മുകളിൽ വരെ ആരെത്തിക്കുന്നോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം. അത്ര ഗതികെട്ട റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഇങ്ങനെ ഒരു റോഡ് ഞാൻ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ്. ഇത്ര ഒരു റോഡെന്ന് പറയാൻ പറ്റില്ല, ഇത്ര മോശമായൊരു വഴി കാട്ടിൽ പോലുമില്ല. എന്തായാലും ഞങ്ങൾ ഇനി ഇതിന് 2 വശത്ത് താമസിക്കുന്നവരും അതിനോട് ബന്ധപ്പെട്ടും കുറേ ആൾക്കാരുണ്ട്. വോട്ടർമാരെന്ന് പറയുന്ന പടുവിഡ്ഢികൾ. ഞങ്ങൾ നിയമസഭാ ഇലക്ഷന് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടയ്ക്ക് വോട്ട് കിട്ടുന്ന ഒരു വാർഡ് കിഴക്കനേലയായിരിക്കും. കാരണം ഈ ഗതി ഞങ്ങൾക്ക് നിങ്ങളുടെ വേറെ ഒരു സൗജന്യം ആവശ്യമില്ല. ഞങ്ങൾക്കൊരു സൗജന്യം കിട്ടിയിട്ടുമില്ല. കോളനിയുടെയൊക്കെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ റോഡുകൾ പോലും ശരിയാക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഈ ഒരു ഗതികെട്ട ഭരണമുണ്ടല്ലോ, അതിനെതിരെയുള്ളൊരു വലിയ പ്രതികരണം. എല്ലാവരും സജ്ജരാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി വലിയ വലിയ പ്രക്ഷോഭങ്ങളും നടത്താനോ എവിടെയെങ്കിലും വന്നിരിക്കാനുള്ള സമയം അവർക്കില്ല. കാരണം പട്ടിണിയാവും. അതുകൊണ്ടാണ്. പക്ഷേ ഇലക്ഷനിൽ ഈ പ്രദേശത്തേക്ക് ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാനും വരണ്ട. ഞങ്ങളിവിടെ അന്ധമായ രാഷ്ട്രീയ വിശ്വാസികൾ ആരും ഇവിടെയില്ല. എല്ലാ പാർട്ടി വിശ്വാസികളുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു അന്ധമായ രാഷ്ട്രീയ വിശ്വാസികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല.